പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ അറബിക് എന്ന് പറയുന്ന 4th സെം സെക്കൻഡ് ലാംഗ്വേജ് അഡീഷണൽ കോമൺ ലാംഗ്വേജ് ആയിട്ടുള്ള അറബിക്കിൻ്റെ 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചരിത്രമാണ്. നമുക്കിവിടെ ജീവചരിത്രമാണ് പഠിക്കാനുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, ഇൻട്രൊഡക്ഷനായിട്ട് പറയേണ്ടതില്ല. ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഭരണകൂടം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്കൊരു ഭരണകൂടം വന്നപ്പോൾ അതിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു അബുൽ കലാം ആസാദ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രത്തിന് വേണ്ടി സേവനങ്ങൾ നടത്തുകയും പ്രസിദ്ധിയാർജിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് അബുൽ കലാം ആസാദ്. ഇവിടെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതിൽ വലിയൊരു വിശാലമായ ഒരു ചാപ്റ്ററിനെ പോയിന്റ് ആക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. അത് ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം. അൽ ഇസ്മുൽ കാമിൽ. അബുൽ കലാം ആസാദ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നതും കേൾക്കുന്നതും അദ്ദേഹം അറിയപ്പെടുന്നതും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇസ്മുൽ കാമിൽ മൊഹിയുദ്ദീൻ അഹ്മദ് ബിൻ ഖൈറുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. നമുക്ക് വിളിപ്പേര് വേറെ ആയിരിക്കാം, പലർക്കും സർട്ടിഫിക്കറ്റ് നെയിം മറ്റൊന്നായിരിക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതേപോലെ ഇവിടെ ഇസ്മുൽ കാമിൽ അബുൽ കലാം ആസാദിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് മൊഹിയുദ്ദീൻ അഹ്മദ് ബിൻ ഖൈറുദ്ദീൻ എന്നാണ്. പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് അബുൽ കലാം ആസാദ്. അതിനെ നമ്മൾ അറബിയിൽ ഇസ്മുൽ ലഖബ് എന്ന് പറയാം. ഇസ്മുൽ ലഖബ് എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്ന പേര് അബുൽ കലാം ആസാദ് എന്നാണ്. ഇവിടെ ആസാദ് എന്ന് പറഞ്ഞാൽ തഅനി, ഇറ്റ് മീൻസ് അൽ ഹുർ, സ്വാതന്ത്രൻ, ഫ്രീഡം എന്നൊക്കെയാണ്. ബിൽ ഉറുദു ഭാഷയിലാണ് ആസാദ് എന്ന ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അബുൽ കലാം ആസാദ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ ലഖബ് എന്ന് നമ്മൾ പറഞ്ഞു. ആസാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രീഡം എന്നാണ് എന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഈ അബുൽ കലാം ആസാദ് എന്ന പേര് വരാനും ഒരു കാരണമുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് യഥാർത്ഥ പേരിൽ നിന്നും മാറി അവരെ വിളിക്കപ്പെടുന്ന, പിന്നീട് അറിയപ്പെടുന്ന പേരിലേക്ക് അവർ മാറുന്നത്. അതിൻ്റെ ഒരു കാരണമാണ് സബബു തസ്മിയ. അബുൽ കലാം ആസാദ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടായ കാരണം അത്തുലഖഹു അല നഫ്സിഹി ലിഅന്നഹു കാന ഖതീബൻ ബാരിഅൻ, മികച്ച ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. നല്ല ശക്തമായ ഭാഷയിൽ വളരെ സ്ഫുടമായി അദ്ദേഹം ദീർഘനേരം എല്ലാവരെയും പിടിച്ചിരുത്തുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബുൽ കലാം ആസാദ് എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം. ഇനി അൽ അസുൽ, അദ്ദേഹത്തിൻ്റെ അസുൽ. നമ്മൾ സാധാരണ തറവാട് അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയും. ആരാണ്, ഏത് കുടുംബക്കാരനാണ് എന്ന് നമ്മൾ പറയും. അതാണ് അസുൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉസ്റത്തഹു, തൻ്റെ കുടുംബം, ജാഅത്ത് ഇലൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് വന്നവരാണ് അവർ. ഫി അഹദിൽ ഇംബ്രാത്തൂർ ബാബർ, ബാബറിൻ്റെ ഭരണകാലത്ത്, ബാബർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന ഒരു വിദേശ കുടുംബമാണ് അബുൽ കലാം ആസാദിൻ്റെ കുടുംബം. പിന്നീട് അവർ ഇന്ത്യയിൽ വന്നതിന് ശേഷം വീണ്ടും ഒരു പാലായനം ചെയ്തു. അൽ ഹിജ്റ എന്ന പേരിൽ അത് ഇവിടെ കൊടുക്കുകയാണ്. ഹാജറ വാലിദഹു, തൻ്റെ പിതാവ് ഹിജ്റ പോയി പാലായനം ചെയ്തു ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇല മക്ക, മക്കയിലേക്ക്. ബഅദ സൗറത്തി 1857 വിപ്ലവത്തിന് ശേഷമാണ് അവർ ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പോഴൊന്നും അബുൽ കലാം ആസാദ് ജനിച്ചിട്ടില്ല എന്ന കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു ജീവചരിത്രം പറയുമ്പോൾ മനസ്സിലാക്കാം. പിന്നീടാണ് അദ്ദേഹം മക്കയിൽ വെച്ച്, ഉപ്പയും തൻ്റെ കുടുംബവും മക്കയിലേക്ക് പലായനം ചെയ്ത് മക്കയിൽ താമസമായ സമയത്താണ് അദ്ദേഹം ജനിക്കുന്നത്.
വുലിദ ഫി 11 നവംബർ 1888 ഫി മക്ക. മക്കയിൽ നവംബർ 11 1888 അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ജനിച്ചതിന് ശേഷം വീണ്ടും മക്കയിൽ നിന്നും അവർ നീങ്ങുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക്, അഥവാ ഇന്തഖല ഇല കൊൽക്കത്ത ബഅദ ആമൈൻ മിൻ വിലാദത്തിഹി. കുട്ടി ജനിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്നും അവർ നേരെ പലായനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ താമസം മാറ്റുന്നത് കൊൽക്കത്തയിലേക്കാണ്. അങ്ങനെ കൊൽക്കത്തയിലാണ് പിന്നീട് അബുൽ കലാം ആസാദ് ജീവിക്കുന്നതും പഠിക്കുന്നതൊക്കെയും. പിന്നീട് തഅല്ലമ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, തഅലീം, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു. തലഖൽ ഇൽമ മിൻ വാലിദിഹി വ മുഅല്ലിമീൻ മുഖ്തസീൻ. താൻ പഠിച്ചത്, അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസം നേടിയത് തൻ്റെ പിതാവിൽ നിന്നാണ്. അന്നത്തെ സമ്പ്രദായം തന്നെ സ്കൂൾ സിസ്റ്റം ആയിരിക്കില്ല, ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു അധ്യാപകൻ ഒരു ഗുരുനാഥന്റെ കീഴിൽ, ആ ഗുരുനാഥനിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ ഒക്കെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ രീതി. അങ്ങനെ ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനേക്കാളും പ്രാവീണ്യമുള്ള മറ്റൊരാളെ തേടി പോവുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവർക്ക് കീഴിലായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ സ്കൂൾ സിസ്റ്റമോ കോളേജ് സിസ്റ്റമോ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തലഖൽ ഇൽമ്, അദ്ദേഹം വിദ്യാഭ്യാസം നേടി മിൻ വാലിദിഹി, തൻ്റെ പിതാവിൽ നിന്നും. പിന്നീട് വ മുഅല്ലിമീൻ മുഖ്തസീൻ, മറ്റ് പ്രമുഖരായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള അധ്യാപകരിൽ നിന്നും ഗുരുനാഥന്മാരിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസം നേടി. പിന്നീട് ഒരുപാട് യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അസഫർ ഖാമ ബിരിഹ്ലാത്തിൻ ഇല ദുവൽ ഇസ്ലാമിയ മുതഅദ്ദിദ ലിക്തിസാബിൽ മാരിഫ. എല്ലാം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുക എന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് ഖാമ ബിരിഹ്ലാത്ത്, അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തി. ഇല ദുവൽ ഇസ്ലാമിയ, ഇസ്ലാമിക് കൺട്രീസിലേക്ക്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്, മുതഅദ്ദിദ എണ്ണമറ്റ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്, ഇക്തിസാബിൽ മാരിഫ അറിവ് സമ്പാദിക്കാൻ വേണ്ടി, അഥവാ പഠിക്കാൻ വേണ്ടി, അറിവ് ജ്ഞാനം തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം യാത്ര പോയിട്ടുണ്ട്. അടുത്ത സ്ലൈഡിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം സിഹാഫയിൽ, സിഹാഫ എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനം എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് മുഅല്ലിഫാത്ത്, അദ്ദേഹത്തിന്റെ രചന പ്രവർത്തനമാണ്. സിഹാഫ, അദ്ദേഹം 2 പത്രങ്ങൾ ആ സമയത്ത് തുടങ്ങിയിരുന്നു. അതിൽ ഒന്നാമത്തെ പത്രം അൽ ഹിലാലി എന്ന് പറയുന്ന പത്രമാണ്, ഉറുദു ഭാഷയിലാണ് അത് തുടങ്ങിയത്. രണ്ടാമത്തേത് അൽ ബലാഗ് എന്ന് പറയുന്ന മറ്റൊരു പത്രമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ സിഹാഫ എന്ന് പറയുന്ന ഈ സ്ലൈഡിൽ അസസ ജരീദ അൽ ഹിലാൽ, ഹിലാൽ എന്ന പത്രം അദ്ദേഹം സ്ഥാപിച്ചു. ബിൽ ഉറുദിയ, ഉറുദു ഭാഷയിൽ, സന 1912 മീലാദിയ. പക്ഷേ ലാക്കിന്നഹ, അത് ഉഗ്ലിഖത് മിൻ ഖിബൽ അൽ ഇംഗ്ലീസ്, ഇംഗ്ലീഷുകാരുടെ ഭാഗത്ത് നിന്നുള്ള തിട്ടൂരം കാരണത്താൽ അത് അടച്ചു പൂട്ടപ്പെടുകയാണ് പിന്നീട് ചെയ്യുന്നത്. 1912 അദ്ദേഹം ഹിലാലി എന്ന് പറയുന്ന ഉറുദു ഭാഷയിൽ ഒരു പത്രം തുടങ്ങുകയും പിന്നീട് അത് ഇംഗ്ലീഷുകാർ അതിനെ അടച്ചു പൂട്ടുകയും ചെയ്തപ്പോൾ രണ്ടാമതൊരു പത്രം അദ്ദേഹം ആരംഭിക്കുകയാണ്. അസ്ദറ ജരീദത്തൻ സാനിയ ബി ഇസ്മി അൽ ബലാഗ്, ബലാഗ് എന്ന പേരിലാണ് രണ്ടാമത്തെ പത്രം നവംബർ 1915 അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഉഗ്ലിഖത് ആം 1916 ആയപ്പോൾ ബിഖാനൂദി തവാരി, ഒരു അടിയന്തരാവസ്ഥ, ഒരു 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 എമർജൻസി ഡിക്ലെയർ വന്നത് കാരണത്താൽ ആ പത്രവും പൂട്ടിപ്പോയി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് രണ്ടും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന മേഖലയിലെ മികച്ച 2 സംഭാവനകളായിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. ഇതിന് പുറമെ ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തി. അതാണ് അതിന്റെ താഴത്തെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് കാണാം അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ രചന എന്നാണ്. ലഹു അമാലുൻ മൻഷൂറ, ധാരാളം പ്രസിദ്ധീകൃതമായിട്ടുള്ള വർക്കുകൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. മിൻ അബ്റസിഹ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഫ്സീർ. തഫ്സീറിന്റെ പേരാണ് തർജുമാനുൽ ഖുർആൻ. തഫ്സീർ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്, രചനയാണ്.
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്. തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമാണ്. ഖുർആനിന്റെ ഓരോ ആയത്തിനെയും ഷറഹ് ചെയ്തുകൊണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിശാലമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് തഫ്സീർ തർജുമാനുൽ ഖുർആൻ. അടുത്ത് പറയുന്നത് മറ്റുള്ള തഫ്സീർ അല്ലാത്ത മറ്റുള്ള പുസ്തകങ്ങളാണ്. ഗുബാറുൽ ഖാത്തിർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അൽ ഹിന്ദ് തുലഫിർ അൽ ഇസ്തിഖ്ലാൽ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം. അൽ മറഅത്തുൽ മുസ്ലിമ അൽ ഹുർരിയ ഫിൽ ഇസ്ലാം. ഇതിലെ ഒന്നാമത്തെ പുസ്തകം വളരെ പ്രസിദ്ധമായതാണ്. അത് തഫ്സീറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പേര് തർജുമാനുൽ ഖുർആൻ. മറ്റുള്ളതൊക്കെ ഖുർആനിന്റെ തഫ്സീറൊന്നുമല്ല, മറിച്ച് ഇന്ത്യയെക്കുറിച്ചും മറ്റുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മുസ്ലിം സ്ത്രീയെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളാണ് പിന്നീട് അദ്ദേഹം രചനകളായിട്ട് നടത്തിയിട്ടുള്ളത്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള സംഭാവനകളാണ്, ഭൗതികമായിട്ടുള്ള സംഭാവനകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതേപോലെ അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെക്കുറിച്ചുമാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് അൻഷിത്തതുഹു അസിയാസിയ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആണ്. എന്താണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ നമ്മുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, അദ്ദേഹം ആലിമൻ മുസഖഫൻ, ഒരു ഫഖീഫായിട്ടുള്ള അഥവാ നല്ല കൾച്ചറുള്ള സംസ്കാരമുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ വസഈമൻ വതനിയൻ, ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്ര നേതാവും കൂടെയായിരുന്നു അദ്ദേഹം. പണ്ഡിതനാണ്, വെറും ആരാധനയിൽ മാത്രം ചടഞ്ഞുകൂടിയില്ല, മറിച്ച് ഒപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടമാണ്. ആ കാലത്ത് അദ്ദേഹം ആലിമായിട്ട് ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിക്കൂടിയില്ല, മറിച്ച് അദ്ദേഹം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നേതൃത്വപരമായിട്ടുള്ള പങ്കുകൾ അദ്ദേഹം വഹിച്ചു. അതാണ് ആലിമൻ മുസഖഫൻ എന്ന് പറയുന്നതോടൊപ്പം വസഈമൻ വതനിയൻ എന്ന് പറയാനുണ്ടായ കാരണം. മിൻ അവൈലിൽ മുശാരിക്കീൻ ഫി ഹറക്കത്തിൽ ഖിലാഫ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കറിയാം. വഹറക്കത്തുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും വൽ കിഫാഹ് അൽ വതനി, സ്വാതന്ത്ര്യ സമരത്തിന്റെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെയും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കന്മാരിൽ തുടക്കക്കാരിൽപ്പെട്ട ആള് തന്നെയായിരുന്നു അബുൽ കലാം ആസാദ്. ഒപ്പം തന്നെ മുൽത്തസിമൻ ബി അഫ്കാരി സുഅമാ, പല ദേശീയ സ്വാതന്ത്ര്യ നേതാക്കന്മാരുടെ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച നേതാക്കന്മാരുടെ ചിന്തയോട് താദാത്മ്യം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. മുൽത്തസിമൻ ബി അഫ്കാരി സുഅമാ, മിസ്ല ഗാന്ധി, ഗാന്ധിജിയെ പോലെ, നെഹ്റുവിയൻ ചിന്തകൾ, ഗാന്ധിയൻ ചിന്തകളോടൊപ്പം അദ്ദേഹവും ചേർന്ന് നിന്ന ഒരു മനുഷ്യനായിരുന്നു അബുൽ കലാം ആസാദ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ജാബ അൻഹാ ഉൽ ഹിന്ദ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളും അദ്ദേഹം സഞ്ചരിച്ചു. ജാബ എന്ന് പറഞ്ഞാൽ ത്വാഫ, ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. യദോ, എന്തിനാണ് വെറുതെ കാണാൻ വേണ്ടി പോയതല്ല, യദോ ഇലൽ ഹുർരിയ ലിൽ ഹിന്ദ്, ജനങ്ങളെയൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. വഅദമു തആവൻ മഅൽ ഇൻജിലീസ്, അന്ന് ആ സമയം ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അടക്കി ഭരിക്കുന്ന ഇംഗ്ലീഷുകാരോട് നിസ്സഹകരിക്കണം. അദമു തആവുൻ എന്ന് പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ സമീപനം നടത്തണം, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുകയും ജനങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതാണ് ജാബ അൻഹാ ഉൽ ഹിന്ദ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളും അദ്ദേഹം സഞ്ചരിച്ചു. യദോ, എന്നിട്ട് ജനങ്ങളെ ക്ഷണിച്ചു, ഇലൽ ഹുർരിയ ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകളിലേക്കും സ്വാതന്ത്ര്യത്തിന്റെ സമരങ്ങളിലേക്കും. വഅദമു തആവൻ, നിസ്സഹകരണം എന്ന ഒരു ചിന്തയിലേക്കും. മഅൽ ഇൻജിലീസ്, ഇംഗ്ലീഷുമാരുമായിട്ട് നിസ്സഹകരിക്കണമെന്നും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അസ്ബഹ റഈസൻ, പിന്നീട് അദ്ദേഹം പ്രസിഡന്റായി മാറി. ലിഹിസ്ബിൽ മുഅ്തമർ അൽ വതനി അൽ ഹിന്ദി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ അഥവാ
ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറി. വസ്തമറ ഫീഹി ലിഫത്രത്തിൻ തവീല, ദീർഘകാലം ആ പദവിയിൽ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്തു. വസ്തമറ എന്ന് പറഞ്ഞാൽ തുടർന്നു, ഫീഹി റഈസായിട്ട് തന്നെ അഥവാ പ്രസിഡന്റായിട്ട് തന്നെ, ലിഫത്രത്തിൻ തവീല ദീർഘകാലം. ഷാറക ഫി മുഫാവലാത്ത്, ഒരുപാട് ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു. മുഫാവലാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻസ് എന്നാണ്. ഒരുപാട് ചർച്ചകളിൽ, അൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ, ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു. മുമസ്സിലിൻ ലിൽ ഹുക്കുമ, ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, മുമസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നാണ്, ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് തന്നെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തു. അത് വലിയ ഒരു 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 വ്യക്തിത്വത്തിന്റെ ഉടമയായതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സേവനങ്ങൾ. എന്നാൽ അൽ മനാസിബ് അർ റസ്മിയ, അദ്ദേഹം വഹിച്ച ഒഫീഷ്യൽ പദവികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബഅദൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അസ്ബഹ അവ്വല വസീർ ലിത്തഅലീം ഫിൽ ഹിന്ദ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് വന്നത് അബുൽ കലാം ആസാദ്. ബഅദൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു ഗവൺമെന്റ് വന്നു. നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് വന്നത്. ആ ഗവൺമെന്റിലെ ഏറ്റവും ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹത്തെയാണ് നിയോഗിക്കപ്പെട്ടത്. പിന്നീട് യുഹ്തഫൽ, ആഘോഷിക്കപ്പെടുന്നുണ്ട്, ബിയൗമി മീലാദിഹി, നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു അദ്ദേഹം ജനിച്ചത് മക്കയിലാണ് 1858 നവംബർ 11. ആ ഡേറ്റിനെ അഥവാ നവംബർ 11 അഥവാ അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ ഇന്ത്യക്കാർ ആഘോഷിക്കുന്നു. ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് കയൗമി തർബിയത്തുൽ വതനി, ദേശീയ വിദ്യാഭ്യാസ ദിവസമായിട്ടാണ്, അതിനെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ടാണ് നവംബർ 11 അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ഇന്ത്യക്കാർ ആഘോഷിക്കുന്നത്. പിന്നീട് തുവഫി, അദ്ദേഹം മരണപ്പെടുന്നു. ഫി 22 ഫെബ്രുവരി 1958 ഫി ഡൽഹി, ഡൽഹിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. വർഷം 1958 ഫെബ്രുവരി 22 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുമ്പോൾ ഒരുപാട് യാതനകളും ഒരുപാട് അനുഭവങ്ങളും ത്യാഗങ്ങളും സഹിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ജയിൽ അനുഭവങ്ങളാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. ഹയാത്തുഹു ഫി സിജിൻ, ജയിലിലെ ജീവിതം. സുജിന ഇദ്ദത്ത് മറാത്ത് ബിസബബി നശാതാത്തിഹി അസിയാസി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണത്താൽ നിരവധി തവണ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഫി അഹദിൽ ഇഅ്തിഖാലാത്ത്, ഒരിക്കല് അദ്ദേഹം കഥ പറയുന്നത്, സുജിന ഫി ഖിൽഅത്തി അഹ്മദ് നഗർ മഅ നെഹ്റു വ ആഖരീൻ, അഹ്മദ് നഗറിലെ ഒരു ജയിലിൽ അദ്ദേഹം, ഒരു കോട്ടയിൽ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിരുന്നു, ബന്ധനസ്ഥനായിരുന്നു. മഅ നെഹ്റു കൂടെ ഉണ്ട്, വാഖരീൻ മറ്റുള്ള പല പ്രമുഖരായ നേതാക്കന്മാരും കൂടെ ഒന്നിച്ച് അവരെ ബന്ധനസ്ഥനാക്കിയിരുന്നു. ഇതിനൊക്കെ കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് പോരാടി അതിന് നേതൃത്വം വഹിച്ചു എന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് അവരെ ജയിലിലടക്കുന്നത്. ആ സമയത്ത് ഖലഉ അൽ അവാമിർ ഹുക്കൂമിയ സ്വാരിമ, വളരെ കടുത്ത നിയമങ്ങൾ, ഓർഡറുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടു. അഥവാ ലാ യുസ്മഹു ലഹും ബിസിയാറ, ഒരാളെയും ജയിലിൽ അവരെ സന്ദർശിക്കാൻ അനുവദിക്കുന്നില്ല. ഏതൊരു കുറ്റവാളിക്കും കിട്ടേണ്ട അവകാശങ്ങളാണ്. ജയിൽ പുള്ളികളായ ആളുകൾക്ക് അവരുടേതായ നീതി എപ്പോഴും ലഭിക്കും. പക്ഷെ ഇവിടെ അതുപോലും നിഷേധിച്ചു എന്നുള്ളതാണ്. ഒരാൾക്കും ഇവിടെ വന്ന് തങ്ങളെ സന്ദർശിക്കാനുള്ള അനുവാദം ജയിൽ അധികാരികൾ നൽകിയിരുന്നില്ല. ലാ യുംകിനുഹും ഇർസാൽ ഔ ഇസ്തിഖ്ബാൽ റസായിൽ, ഒരു കത്തും ഇങ്ങോട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് അയക്കാനോ ഇവർക്ക് സൗകര്യം നൽകിയില്ല. അതൊക്കെ ബാൻ ചെയ്യപ്പെട്ടു. ലാ യുസ്മഹു ലഹും ബി കിതാബത്ത് അയ്യ ഷൈഇൻ, എന്തെങ്കിലും ഒന്ന് എഴുതാനോ, ഔ ഇസ്ദാർ അവാമിർ, എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക്, കാരണം ഇവര് നേതാക്കന്മാരാണ്, അണികൾക്ക് പലതും കൈമാറ്റം ചെയ്യാനും പല നിർദ്ദേശങ്ങളും കൊടുക്കാനുണ്ടാവും ആ സമയത്ത് പ്രത്യേകിച്ചു. അതിന് പോലും
ആ ഒരു നീതി നിഷേധം പോലും ഇവർക്കെതിരെ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ജയിലിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം ജയിലിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് ഈ സ്ലൈഡിൽ കൂടെ പറയുന്നത്. ഖിസ്സത്ത് മറൽ വ വഫാത്തി സൗജത്തിഹി, തൻ്റെ ഭാര്യയുടെ രോഗവും മരണത്തെക്കുറിച്ചും പറയാണ്. കാന യുആനി മിനൽ ഇൻഫ്ലുവൻസ, അദ്ദേഹം പനി ബാധിതനായിരുന്നു. അസ്ന മുഗാദറത്തിഹി കൊൽക്കത്ത, കൊൽക്കത്തയിലേക്ക് പോകുന്ന സമയം. ലിഹുദൂർ ഇജ്തിമാ ലജ്നത്ത് മുഅ്തമർ അൽ ഹിന്ദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പനി ബാധിച്ചു. അദ്ദേഹം പനിയുള്ള ആളായിരുന്നു, രോഗബാധിതനാണ് എന്ന് മനസ്സിലാക്കാം. സൗജത്തുഹു കാനത്ത് മരീളത്തൻ, ആ സമയം ഭാര്യയും രോഗിയായിരുന്നു. ആ സമയം എന്നല്ല, മുൻദു സനവാത്ത്, വർഷങ്ങളായിട്ട് ഭാര്യ ഒരു രോഗിയായിരുന്നു. വ അഖ്ബാർ തദഹ്വർ ഹാലത്ത്ഹ കാനത്ത് തുഖ്ലഖഹു കസീറൻ, എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ അവസ്ഥ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം ആ സമയത്ത് പ്രത്യേകിച്ചും വന്നു. അഥവാ ഭാര്യയുടെ രോഗം കൂടി എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ തനിക്കും സുഖമില്ല, ഒപ്പം തന്നെ വർഷങ്ങളായിട്ട് രോഗിയായിട്ട് കിടക്കുന്ന ഭാര്യയുടെ അവസ്ഥ വളരെ മോശമാവുകയും ചെയ്തു ആ സമയം. ഫി ബിദായത്തി ആം 1944 തുടക്കത്തിൽ തലക്ക അഖ്ബാർ മിനൽ ബൈറ്റ്സ്, വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ഒരു വാർത്ത വരികയാണ്. തുഅക്കിദ് സുഅ ഹാലത്തിഹ, ഭാര്യയുടെ രോഗം അല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള ഒരു വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചു. അൽ അതിബ്ബ, ഡോക്ടേഴ്സ് തലബു മിനൽ ഹുക്കുമ, ഗവൺമെന്റിനോട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടുകയാണ്. ലഹു ബി സിയാറത്തിഹ അസ്സിമാഹു ലഹു ബി സിയാറത്തിഹ, തൻ്റെ ഭാര്യയെ സന്ദർശിക്കാനുള്ള അനുവാദം നൽകണമെന്ന് ഡോക്ടേഴ്സ് തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അഥവാ അതിനുള്ള അനുവാദം അബുൽ കലാം ആസാദിന് കൊടുക്കണം. ലാക്കിന്നഹു, പക്ഷേ ലം തുംനഹ് അൽ ഇദ്ൻ, പെർമിഷൻ അവർ നൽകിയില്ല. വീണ്ടും കതബ നായിബുൽ മലിക് ഐളൻ ലിൽ ഹുക്കൂമ, ആ സമയത്ത് വീണ്ടും നായിബുൽ മലിക്, രാജാവിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരിയുടെ നായിബ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു വൈസ് ആയിട്ടുള്ള ഒരു വ്യക്തി, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അദ്ദേഹവും ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ലാക്കിൻ ത്വലബഹു റുഫിള, ആ ആപ്ലിക്കേഷനും അവർ നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നീട് അഥവാ അവസാന കാലത്ത് രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യയെ സന്ദർശിക്കാൻ പോലും അനുവാദം അദ്ദേഹത്തിന് ഗവൺമെന്റ് നൽകിയില്ല എന്നുള്ളതാണ് വളരെ അവരുടെ ത്യാഗ മനോഭാവത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫി അഹദി അയ്യാമി ഏപ്രിൽ, ആ വർഷം തന്നെ ഏപ്രിൽ മാസം, ജാഅഹു മുറാഖിബു സിജൻ, ജയിൽ ഓഫീസർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ബിരിസാലത്തിൻ, ഒരു ലെറ്ററുമായിട്ട്. തുഫീദ് അന്ന സൗജത്തഹു ഖദ് തുവഫിയത്, തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറയുന്ന ദുഃഖകരമായ വാർത്ത അടങ്ങിയിട്ടുള്ള ഒരു ലെറ്ററാണ് പിന്നീട് അദ്ദേഹത്തിന് ജയിലിലായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും കുടുംബത്തെയും ബന്ധുക്കളെയും സ്വന്തം ഭാര്യയെ പോലും കാണാൻ പറ്റാതെ, പ്രത്യേകിച്ചും അവസാന നാളുകളിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് കാണാൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയിലുള്ള ജയിൽ പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കഥ കൂടെ നമുക്കിതിൽ നിന്നും, ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. അപ്പം ഇത്രയുമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് ശേഷമുള്ള തദ്രീബാത്ത്, ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, കാരണം സമയക്കുറവുണ്ട്. ഈ ക്ലാസ് നീണ്ടുപോകുമെന്നുള്ള പ്രയാസമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ആ ആൻസർ വൈസിൽ തന്നെയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം പറയണം എന്നില്ല എന്ന് തോന്നുന്നു. അതും കൂടെ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും.